അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം നടത്തിയ കേസിലെ പ്രതിക്ക് മരണശിക്ഷ കോടതി വിധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. കേരള ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കോടതി വിധി തന്നെയായിരുന്നു ഇത്. പോത്തുണ്ടി ബോയൻ കോളനിയിൽ സുധാകരനെയും മാതാവ് ലക്ഷ്മിയെയും വീട്ടിൽ കയറി വെട്ടിക്കൊന്ന കേസിലെ പ്രതി ചെന്താമരയ്ക്കാണ്. ഇയാൾ തന്നെ നേരത്തെ സുധാകരൻ്റെ ഭാര്യയും വെട്ടിക്കൊന്നു, സജിതയെ. അത് 2019 അതിൽ ഇരട്ട ജീവപര്യന്തം തടവശിക്ഷയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അല്ല, ഇതിനകത്തെ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ശരിക്കും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ നടന്ന ഒരു നരബലിയാണ്. 3 പേരെ ഇയാൾ ശരിക്കും ഈ നരബലി എന്ന് തന്നെ പറയണം. കാരണം ഈ പറയുന്ന ചെന്താമര എന്ന് പറയുന്ന ഈ മാനസിക രോഗി സൈക്കോയാണ് അയാൾ. അല്ലാതെ ഒരു മനുഷ്യന് ഇങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇയാൾ ഏതോ ജോലിസിനടുത്ത് ചോദിച്ചപ്പോഴാണെന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു. അതാണ് അയാളെ ദുർമന്ത്രവാദമാണ്. അത് ലക്ഷണം പറഞ്ഞത് ഈ സ്ത്രീ എന്നല്ല, എന്തൊക്കെ അവരെ തലമുടി എന്തൊക്കെ ലക്ഷണം പറഞ്ഞത് ഈ ലക്ഷണമുള്ള സ്ത്രീയാണ് നിങ്ങളെ ഭാര്യയും നിങ്ങളെ തമ്മിലടുപ്പിക്കാനും വേറെ പിരിയാനും കാരണക്കാരെന്ന് പറഞ്ഞു കൊടുത്തതെന്നാണ്. അത് ഭാര്യയും മക്കളും ഇട്ടിട്ട് പോയി. അപ്പം അതിന് കാരണം ഇവരാണ്, അന്ധവിശ്വാസം. അതിൻ്റെ പേരിലാണ് ഈ സജിതയെ 2019 ഇയാൾ വെട്ടിക്കൊടുന്നത്. 2 കുട്ടികൾ, അതോടെ 2 പെൺകുട്ടികൾ അതോടെ അനാഥരായി മാറി. ആ കുഞ്ഞുങ്ങൾക്ക് എന്നാ പ്രായമുണ്ട്? തീർത്തും പ്രായം കുറവാണ്. അന്ന് തൊട്ട് ഇവർ ഭീതിയിലാണ് കഴിയുന്നത്. അന്ന് ഇയാൾ പറഞ്ഞതാണ് മൊത്തത്തിനെയും കുടുംബസമേതം ഞാൻ തീർക്കും എന്ന് അയാൾ പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇയാൾക്ക് ഇരട്ട ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയുമാണ് അന്ന് വിധിച്ചത് ഈ സജിതയെ കൊന്ന കേസ്. ആ കേസ് ജയിലിൽ കിടന്ന ഇയാൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്നുള്ളതാണ് ചോദ്യം. ഇയാൾ വലിയ ഇരട്ട ജീവപര്യന്തം ഉള്ള ഒരുത്തന് പരോള് കിട്ടുന്നു. അപ്പോൾ എന്താണ് ജാമ്യമാണ് കിട്ടുന്നത്. ജാമ്യം കിട്ടുമ്പോൾ ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടാണ് ഇയാൾ ഈ പോത്തുണ്ടിയിൽ വരുന്നത്. ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് പോത്തുണ്ടി വരുന്നത്, ആ ജാമ്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കുറ്റകൃത്യം നടന്ന മേഖലയിൽ ഇയാൾ ചെല്ലാൻ പാടില്ല. അതുപോലെ അവരുടെ ഈ ഭർത്താവിനെയോ അവരുടെ അമ്മയോ ഒന്നും ഭീഷണിപ്പെടുത്താൻ പാടില്ല, അവരുമായിട്ട് സംസാരിക്കാൻ പാടില്ല, കാണാൻ പാടില്ല. എന്തിനാ പ്രദേശത്ത് കയറാൻ പാടില്ല എന്നുള്ളതാണ് ജാമ്യവ്യവസ്ഥയിൽ. അപ്പം അതെല്ലാം കളഞ്ഞിട്ടാണ് ഇയാൾ ഇവരെ വകവരുത്തുന്നത്. ഈ സജിത എന്ന് പറയുന്ന ഈ സുധാകരൻ്റെ ഭാര്യയെ കൊല്ലുന്നത്. അതിനുശേഷമാണ് സജിത എന്ന സുധാകരൻ്റെ ഭാര്യയെ കൊന്ന കേസിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം അതിനുശേഷമാണ് സുധാകരനെയും ഈ പ്രായം ചെന്ന മാതാവ് ലക്ഷ്മിയെയും ഇയാൾ ഇവിടെ കയറി. 2025 ജനുവരിയിലാണ് ഈ സംഭവം. ഇപ്പോൾ എത്ര, 1 വർഷവും 7 മാസവും ആയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അതിവേഗം തന്നെ ഇതിൻ്റെ വിചാരണ നടത്തി. മാത്രമല്ല ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ ഇയാൾ അവിടെ നിന്ന് പ്രസംഗം നടത്തി കോടതി നിന്നുണ്ട്. എന്നെ തൂക്കിക്കൊന്നു, ഞാൻ ഗാന്ധിജിയൊന്നും അല്ല, എന്നെ തൂക്കിക്കൊന്നോ, ഞാൻ ഇനിയും ചെയ്യും എന്നാണ് അയാൾ പറഞ്ഞത്. അടിക്കുന്ന കാരണം എന്താ, ഒരു കാരണത്ത് അടിച്ചാൽ മറു കാരണം കാണിച്ചു കൊടുക്കാൻ. അന്ധവിശ്വാസം ഒരു മനുഷ്യനിൽ എത്രത്തോളം രൂഢമൂലമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇയാൾക്കുള്ള വിദ്യാഭ്യാസം നമുക്കറിയില്ല. നമ്മുടെ നാട്ടിൽ വലിയ വിദ്യാഭ്യാസം പോലുള്ള ആളുകൾ പോലും ഈ ഇതുപോലെ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ കൂടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഈ കൊലപാതകത്തിന്റെ അടിസ്ഥാന റൂട്ട് കോസിലേക്ക് പോകുമ്പോൾ വിശാഖം പറഞ്ഞതുപോലെ അന്ധവിശ്വാസത്തിന്റെ ഇരകൾ തന്നെയാണ് ഇവരെല്ലാവരും. അതായത് അന്ധവിശ്വാസം മൂലമുള്ള നരബലിയാണ്. ഈ 3 പേരെയും നരബലി നടത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെ നമുക്കിതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അല്ലാതെ എന്താ ഇനി നമുക്കൊരു വിശേഷണം കൊടുക്കുക? അല്ലാതെ എന്താ കൊടുക്കുക? ഒരുത്തൻ്റെ തലയ്ക്ക് വെളിവില്ല, കിളി പോയി നിൽക്കുന്ന ഒരുത്തൻ, അവനെ വന്നൊരു ജ്യോത്സ്യൻ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ ജ്യോത്സ്യനെതിരെയുള്ള നടപടി എടുക്കട്ടെ. അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് കക്ഷികളുണ്ട്. ഈ ചില ആൾദൈവങ്ങളായിട്ട് നടക്കുന്നവരുണ്ട്. എല്ലാം ഞങ്ങൾ പ്രവചിക്കുന്നതാണ്. കോവിഡ് വന്നാൽ പ്രവചിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല, അതിനെ പിടിച്ചേർത്തവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല, വെള്ളപ്പൊക്കം വന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ അപാരമായ സിദ്ധികളാണ്, ഞങ്ങളെല്ലാം പറഞ്ഞ ഭൂതവും ഭാവിയും ഭർത്താവിനും ഞങ്ങൾ പറയുന്നതാണ്. ഇത് വിശ്വസിച്ച് ഇവരെ പുറകെ കൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ഇത്ര ലക്ഷം രൂപയുടെ പൂജ നടത്തും, അല്ലെങ്കിൽ ഞാൻ നടത്തി തരാം, നിങ്ങൾ കയ്യിൽ മറ്റേ രത്നമോതിരം ഇടും, ഞങ്ങളിപ്പോൾ ശരിയായി തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ പോലെ, അത് ജ്യോതിഷം എന്ന് പറഞ്ഞ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേര് ഇങ്ങനെ ഇറങ്ങി നടന്ന് ആളെ പറ്റിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കോടതിയിൽ വന്നപ്പോൾ ഇയാളുടെ വക്കീൽ വാദിച്ചത് ഇതിന് ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് ഇപ്പം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പക്ഷെ കോടതി വന്നപ്പോൾ ഇയാളുടെ വക്കീൽ വാദിച്ചത് എന്താണെന്നറിയോ? ഈ ചെന്താമര വെറുതെ വിടണം. എന്തുകൊണ്ട്? അയാൾക്ക് ഈ കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷികളില്ല. ഇയാൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു കോടതിയിൽ, ഞാൻ ഇനിയും കൊല്ലുമെന്ന്. അത് ഇന്ന് രാവിലെ അരമണിക്കൂറോളം രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ശിക്ഷ വിധിച്ചത്. എന്തായാലും മരണം വരെ തൂക്കുകയറും, ഇപ്പോൾ 20 ലക്ഷം രൂപ പിഴ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇയാൾ 20 ലക്ഷം രൂപ കാണുമോന്ന് അറിയില്ല, പക്ഷേ ഇയാളെ വസ്തു അറ്റാച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വസ്തുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോഴും ഭീതിയിലാണ്. അത് ഈ വിധി വന്നതിന് ശേഷം വെളിയിലിറങ്ങിയ കുട്ടികൾ പറയുന്നുണ്ട് ഇയാളുടെ വക്കീൽ പറഞ്ഞിരിക്കുന്ന അപ്പീൽ പോകുമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയുണ്ട്, ഇയാൾ ജയിൽ ചാടുമോ എന്ന് പോലും പേടിയുണ്ട്,
ഞങ്ങൾ ഇപ്പോഴും ഭയന്നാണ് ജീവിക്കുന്നത്, ഞങ്ങൾ ഇനിയും ആ നാട്ടിലേക്ക് പോകത്തില്ല, ഇയാൾ ഏത് നിമിഷവും അവിടെ എത്താം എന്നാണ് ഇവർ പറയുന്നത്. സത്യമാണ്. കാരണം ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണെങ്കിൽ പോലും ഇയാളെ ഏതെങ്കിലും മാർഗത്തിൽ ജയിലിൽ നിന്ന് ഇറക്കുകയോ അല്ലെങ്കിൽ ഇനി ഇയാൾ ജയിലിൽ ആടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അതൊരു വലിയ ഭീഷണി തന്നെ. ഇല്ല, ഉറപ്പാണല്ലോ, അയാളെ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ അയാൾ ഞാൻ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇയാളെ ജയിലിൽ ഇയാളെ കൊണ്ടുപോകുമ്പം ഇയാളെ അതീവ സുരക്ഷാ സംവിധാനമുള്ള ജയിലിൽ തന്നെ കൊണ്ടുപോകണം. കൊണ്ടുപോയി ഇയാൾ ജയിലിൽ ആടാതിരിക്കാനും അതുപോലെ ഇയാൾക്ക് ജാമ്യം കിട്ടാതിരിക്കാനും ഒക്കെ ഉള്ള ശക്തമായ നീക്കങ്ങൾ പ്രോസിക്യൂഷൻ ഇപ്പോഴേ അവർ നോക്കി വയ്ക്കണം. ഇയാൾ എന്തായാലും മേൽക്കോടതി പോകുന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഒരു കോടതി ഇയാൾക്ക് ലഭിച്ച ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇരട്ട ജീവപര്യന്തം കിട്ടിയൊരു മനുഷ്യനാണ് ഒരു സ്ത്രീയെ കൊന്ന കേസിൽ. ഇയാളാണ് വീണ്ടും അടുത്തിറങ്ങി ചെയ്യുക. ഇനിയും ഞാനിത് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇയാൾ സമൂഹത്തിന് വലിയ ആപത്താണെന്നുള്ള കാര്യം ഉറപ്പാണ്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച വലിയൊരു കൊലപാതകമാണ്. നമ്മുടെ കേരള ചരിത്രത്തിലെ തന്നെ പിന്നെ ശ്രദ്ധിക്കപ്പെട്ട കൊലപാതകങ്ങളിൽ ഒന്ന് തന്നെയാണിത്. മാത്രമല്ല സമൂഹം ഇപ്പം നമ്മുടെ ഈ ജിഷ കൊലക്കേസ്, അതുപോലെ സൗമ്യ കൊലക്കേസ്, ഇതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മനസ്സ് നമുക്ക് മലയാളികൾക്ക് ഉണ്ടാകും. ഗ്രീഷ്മയുടെ കേസ്, അതെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കേസിലും വളരെ ആകാംക്ഷയോടെയാണ് കേരളത്തിലെ മനുഷ്യർ, സഹജീവികൾ എല്ലാം തന്നെ കാത്തിരുന്നത്. അപ്പോൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്നത്. കാരണം ഇയാൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ എങ്ങനെ വേണേലും വിധി ചെയ്തോ, ജഡ്ജിയോട് അയാൾ ചൂടായി, എന്ത് വേണേൽ ചെയ്തോ. അയാൾക്ക് എത്ര ധൈര്യം ഉണ്ടെന്ന് ആലോചിച്ചു. കോടതിയിൽ ജഡ്ജിയുടെ അയാൾ ഷൗട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവസാനം എന്തായാലും ജഡ്ജിയും വക്കീലന്മാരും എല്ലാം കൂടെ ചേർന്ന് വിധി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് പതിവ് പോലെ എന്നല്ല, ഈ കുറ്റകൃത്യത്തിന് ഇതിൽ കൂടിയ ഒരു ശിക്ഷ കൊടുക്കാനില്ലാത്തതിനാൽ വധശിക്ഷ തന്നെ കിട്ടുന്നു. അതിനൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം ഇയാൾ അപ്പീൽ പോകാൻ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ അപ്പീൽ പോയി ഇയാൾ ഏതെങ്കിലും കാരണവശാൽ പുറത്തു വന്നാൽ വീണ്ടും ഇയാൾ സമൂഹത്തിന് ഭീഷണിയാണ് എന്നുള്ളതും അയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാനൊക്കെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാരണം ധാരാളം മതി. സമൂഹത്തിന് ഭീഷണിയാണെന്നുള്ളത് അയാൾ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇനിയും കൊല്ലും. അതും കോടതി കയറുന്ന അയാൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. കോടതിക്ക് മുമ്പിൽ തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഇനിയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ വളരെയധികം ഭീഷണിയിലാണ്. ഇയാൾ ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ ഇടവരാതെ ആയിക്കോട്ടെ, ഈ വധശിക്ഷയൊന്നും നടപ്പാക്കുമെന്ന് തോന്നുന്നു. നമുക്കൊക്കെ ഒരുപാട് പേര് വധശിക്ഷ ഇപ്പോഴും കഴിയുന്നുണ്ട്. ഒരുപാട് പേര് ജയിലിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ ഈ നൂലാമാലകളൊക്കെ കഴിഞ്ഞ് ഇവരെ ജയിലിൽ കിടന്ന് മരിച്ചാൽ പോലും വധശിക്ഷ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത്തരം ക്രിമിനലുകൾ ഒരിക്കലും ജയിലിന് പുറത്തു വരാൻ പാടില്ല എന്നുള്ളതാണ്.